ഹായ് ഫ്രണ്ട്സ്, മൈ ഡ്രീം ഫുഡ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് മുസാമ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അതുകൊണ്ടൊന്നൊരു ജ്യൂസ് തയ്യാറാക്കിയാലോ? എങ്കിൽ വന്നേ വീഡിയോയിലോട്ട് പോവാം. അതിൻ്റെ മുകൾ വശവും രണ്ട് വശവും കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോലിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോന്തി വിട്ടാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മുസാമ്പിയുടെ തോല് ഇളക്കി മാറ്റാം. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാത്തിൻ്റെയും തോല് കളയാൻ പറ്റും. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ തോല് മാറ്റിയത്. ഇതുപോലെ നമുക്ക് ഓരോന്നിൻ്റെയും തോല് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ എല്ലാത്തിൻ്റെയും തോല് അതുപോലെ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഓരോ അല്ലികളുടെയും കുരു നമ്മൾ മാറ്റണം. ഒരു കുരു പോയാൽ മതി, നമ്മുടെ ജ്യൂസ് കയ്പായി പോവും. അതുകൊണ്ട് ഓരോ അല്ലിയുടെയും കുരു എടുത്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന മുസാമ്പിയുടെ അല്ലികളെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു കഷ്ണം ചെറിയൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. കാരണം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ചെറിയൊരു കഷ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, കൂടിപ്പോവരുത്. അതുപോലെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മുസാമ്പി നല്ല മധുരമായുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ. നമുക്കതിലേക്ക് ഇനി കുറച്ച് നല്ല ഐസ് കട്ട ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഐസ് കട്ട എടുത്തിട്ടുണ്ട്. ഒരു 4-5 കഷ്ണം നമുക്ക് ഐസ് കട്ട കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് ഐസ് ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ നല്ല തണുപ്പ് വേണം, അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നിനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ജ്യൂസിനെ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുത്തതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല. ഒരു ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിൽ ഞാനിവിടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിയ സീഡാണ്. കസ്കസിന് പകരമായിട്ട് എടുത്തിട്ടുള്ളത് ചിയ സീഡാണ് എടുത്തിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതിനെ കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുസാമ്പിയുടെ ജ്യൂസ് കൂടെ ഒഴിച്ചെടുത്ത നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായി. കണ്ടില്ലേ, ജ്യൂസ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് മുസാമ്പി ജ്യൂസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. ഇതുപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.